അജ്മീറിലാണ്. സമയം രാത്രി 8 മണി കഴിഞ്ഞിരിക്കുന്നു. ഭക്ഷണം കഴിക്കാനുള്ള നേരമായി എന്ന് വയറ് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇവിടുത്തെ മലയാളി ഹോട്ടലുകൾ ഉണ്ട് എന്നറിഞ്ഞിട്ടാണ് നേരെ നടക്കുന്നത്. ഇത് അജ്മീർ ദർഗയുടെ മുന്നിലുള്ള ഒരു വഴിയിലാണ്. നേരെ കുറേ ദൂരം നടന്നാൽ അവിടെ എത്താം എന്ന ഗൂഗിളിൻ്റെ സെർച്ചിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇവിടെയുള്ള ആളുകളോട് നമ്മൾ ചോദിച്ചു. ഇവിടെ ഒരുപാട് മലയാളികളുണ്ട്. പുണ്യമായ റമദാൻ മാസത്തിലായതുകൊണ്ട് തന്നെ കുറേ കേരളത്തിലെ മനുഷ്യർ ഇവിടെ തീർത്ഥാടനത്തിനായി എത്തിയിട്ടുണ്ട്. വയലിൽ നിന്നും ഒരുപാട് പേരെ പരിചയപ്പെട്ടു. കണ്ണൂരും മലപ്പുറത്തും കോഴിക്കോടും തിരുവനന്തപുരത്തു നിന്നും കൊച്ചിയിൽ നിന്നുമെല്ലാം ഇവിടെ ആളുകൾ എത്തിയിട്ടുണ്ട്. തൊട്ടടുത്ത് കിടക്കുന്ന ഒരുപാട് ലോഡ്ജുകൾ അവൈലബിളാണ് ഇവിടെ. കുറഞ്ഞ റേറ്റ് എന്ന് പറയാനാവില്ല. ഒരു 1000 രൂപ കൊടുക്കാനുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല റൂം തന്നെ നമുക്ക് ഇവിടെ ലഭിക്കും. നമ്മൾ ഈ നടക്കുന്നത് ദർഗയുടെ തൊട്ട് മുൻപിലുള്ള വഴിയിലൂടെയാണെന്ന് പറഞ്ഞല്ലോ. ഒരുപാട് നടന്നിട്ടും നമുക്ക് മലയാളികളുടെ ആ ഭക്ഷണശാല കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അതിനിടയ്ക്ക് 2 ഭാഗത്തും നമുക്ക് ഒരുപാട് ഭക്ഷണശാലകൾ കാണാം. ഇവിടുത്തെ തനത് വിഭവങ്ങളൊക്കെ വിളമ്പുന്ന ഒരുപാട് ഭക്ഷണശാലകൾ. നടന്ന് ക്ഷീണിച്ചത് കാരണമായിരിക്കാം ഇതിലൊന്നിൽ തന്നെ കയറാമെന്ന് കരുതി ചൂട് റൊട്ടിയും മറ്റും ഉണ്ടാക്കുന്നത് കണ്ടു. അവിടെ മുന്നിൽ ചിക്കൻ്റെയും മട്ടൻ്റെയും അതുപോലെ വെജുമെല്ലാം നിരത്തി വെച്ചിരിക്കുന്ന കറികൾ നമ്മൾ കാണുന്നു. എല്ലാം തുറന്നു വെച്ചിരിക്കുകയാണ്. ഇവിടുത്തെ കറികളിൽ നിങ്ങൾ കാണുന്നത് പോലെ ഓരൽ കുളിച്ചു നിൽക്കുന്ന കറികളാണ്. ഇതല്ലാതെ മറ്റു രക്ഷയൊന്നുമില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷം ഭക്ഷണം കഴിച്ചു. ഇനി ഇവിടെ നിന്ന് റൂമിലേക്കുള്ള മടക്കമാണ്. ഇവിടെ തെരുവ് കച്ചവടക്കാർ എല്ലാവരും പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു. ചില ആളുകൾ ഇപ്പോഴും കച്ചവടം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. രാത്രി ഒരുപാട് നേരമായി എന്ന് ഓർമ്മയുള്ളതാണ്. നാളെയും എഴുന്നേറ്റ് ഒരുപാട് സ്ഥലത്തേക്ക് യാത്രകൾ ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ റൂമിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. നമ്മളിൽ നിൽക്കുന്നത് അജ്മീർ ദർഗയുടെ കവാടത്തിന് തൊട്ടു മുൻപിലുള്ള സ്ഥലത്താണ്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വന്നു ചേരുന്ന ഒരിടം. ചില സമയങ്ങളിൽ നിൽക്കാനുള്ള ഇടം പോലും ഇവിടെ ഉണ്ടാവാറില്ല. അവരോട് കച്ചവടക്കാരോട് വിലപേശുന്ന ആളുകളെ നമുക്ക് കാണാം. അവിടെ തന്നെ വിവിധ തരത്തിലുള്ള മനുഷ്യരെ നമുക്ക് ഈ ദർഗയുടെ ചുറ്റുമായി കാണാൻ സാധിക്കും. എല്ലാ മതത്തിൽപ്പെട്ട ആളുകൾക്കും ഇവിടേക്ക് കടന്നു വരാം എന്നുള്ളത് തന്നെ അജ്മീരിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഗരീബ് നിവാസ് എന്നാണ് ഖാജ മുഹീദ്ദീൻ ചിസ്തിയുടെ നോർത്ത് ഇന്ത്യയിലെ ഒരു നാമകരണം. അതെ, പാവപ്പെട്ട മനുഷ്യരുടെ ഒരു കാലത്തെ ആശ്രയമായിരുന്നു ഈ ഖാജ മുഹീദ്ദീൻ ചിസ്തി എന്ന് പറയപ്പെടുന്നു. കൂട്ടുകാരൻ വാഹനമെടുത്തു റൂമിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണ്. ഇനി മറ്റൊന്നും കാണാനില്ല. ഭക്ഷണം കഴിച്ചു അജ്മീറിൻ്റെ വിശേഷങ്ങളിൽ നിന്ന് മടങ്ങുകയാണ്.